ഹലോ ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് തോട്ടത്തിലേക്കൊന്ന് വന്നതാണേ. അപ്പോൾ ചേട്ടനിവിടെ വെള്ളം ഇടാനായിട്ട് നനയ്ക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ പോന്നു കേട്ടോ. നമ്മുടെ തോട്ടമൊക്കെ ഒന്ന് കാണാമല്ലോ. പാഷൻ ഫ്രൂട്ട് വള്ളികളൊക്കെ എന്തോരമായി കായ്ച്ചോ എന്നൊക്കെ നമുക്ക് നോക്കാവേ. അപ്പോൾ ഇത് നമ്മുടെ ഓണറുടെ വീടാണ് കേട്ടോ. അതായത് നമ്മൾ ഈ തോട്ടം ലീസിന് എടുത്താണല്ലോ. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഓണറുടെ വീടാണ് ഇത്. അവിടെ കണ്ടോ നല്ല രണ്ട് ക്യൂട്ട് ലിറ്റിൽ ഡോൾസ് നിൽക്കണം. എന്ത് രസമാണ് നോക്കി നിങ്ങൾ കാണാനായിട്ടല്ലേ. കാണാൻ നല്ല ക്യൂട്ടാണെങ്കിലും രണ്ടുപേരും ഭയങ്കരമാരാണ് കേട്ടോ. കയ്യെങ്ങാനും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കടി കിട്ടുമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഞങ്ങൾ പോയിന്ന് അവരുടെ വീട്ടിലൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയാണ് അവിടെ പന്തലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ? വൈക്കോലാണ് കേട്ടോ. അപ്പം കൊയ്ത് കഴിഞ്ഞിട്ട് വൈക്കോലൊക്കെ ഇങ്ങനെ നല്ല റോള് പോലെ ഉരുട്ടിയെടുത്ത് അത് ഇങ്ങനെ അടുക്കി വെക്കും കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. എന്നാൽ പിന്നെ ഇനി നമുക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് തോട്ടത്തിലോട്ട് കിടക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ട് തോട്ടം. ഇത് നമ്മൾ ലാസ്റ്റ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ ഇതിലിപ്പോൾ കാഴ്ച തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, വലയിലൊക്കെ കയറി കാഴ്ച തുടങ്ങുന്നതേ ഉള്ളൂ. വേറെ 2 തോട്ടം കൂടിയുണ്ട്. അവിടെ നമ്മൾ വിളവെടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പാഷൻ ഫ്രൂട്ട് നടുന്നത് മുതൽ കായ്ക്കുന്നത് വരെയുള്ള ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാഷൻ ഫ്രൂട്ട് നടുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ നടുന്നത് മുതൽ കായ്ക്കുന്നത് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ വലയിലൊക്കെ കയറി കായ്ച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് വലയിൽ കയറി കായ്ക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കായ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിളവെടുക്കുമല്ലോ, അപ്പം മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അതിപ്പോൾ എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നട്ട് കഴിയുമ്പം അത് പിന്നെ അത് കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുമല്ലേ, അത് വിളവെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളവെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെ അനുഭവിച്ച് തന്നെ അറിയണമല്ലേ. എന്തായാലും പാഷൻ ഫ്രൂട്ട് വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ പാഷൻ ഫ്രൂട്ട് വള്ളികൾ ഇങ്ങനെ വലയിൽ കയറി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. പിന്നെ ഈ തോട്ടത്തിലും കുറച്ചൊക്കെ അയിലയിലൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാ 2 കാഴ്ച കിടക്കുന്നുണ്ടോ. ഇത് പർപ്പിൾ വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. പർപ്പിളും യെല്ലോയും 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ നാടനല്ല, കെനിയൻ, സ്വീറ്റ് കെനിയൻ യെല്ലോ എന്ന് പറയും. അത് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ, നല്ല തൂക്കവും കൂടുതലുണ്ടാവും അതിന്. ഈ പർപ്പിളിനേക്കാളും വെയിറ്റ് കൂടുതലുണ്ടാവും, വലിപ്പം കൂടുതലുണ്ടാവും. പിന്നെ നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള വെറൈറ്റീസാണ് കേട്ടോ ഞങ്ങൾ നട്ടേക്കുന്നതൊക്കെ. പിന്നെ ഇതാ ഈ ഒരു പുല്ല് കണ്ടോ, എന്ത് ഭംഗിയല്ലേ ഈ പുല്ലിൽ ഉണ്ടായിരിക്കുന്ന ആ പൂവ് കാണാനായിട്ട്. ഇതവിടെ കുറേ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ പറിച്ചെന്ന് നോക്കിയതാണേ. ഇത് നോക്കി നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് നട്ടേക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് നടുക്കായിട്ട് കുറച്ച് സ്ഥലം വെറുതെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് കൂർക്കയും പിന്നെ മധുരക്കിഴങ്ങൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പാഷൻ ഫ്രൂട്ട് കയറി കാഴ്ച കിടക്കുന്നുണ്ടോ. എന്ത് രസമല്ലേ നിരനിരയായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാഷൻ ഫ്രൂട്ട് കൃഷി ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമാണ്. കാരണം നമുക്കിത് ഒരു പ്രാവശ്യം നട്ടിട്ടുണ്ടെങ്കിൽ 2-2.5 വർഷം വരെയൊക്കെ ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും. പിന്നെ നല്ല വിളവ് കിട്ടും കേട്ടോ. നമുക്ക് അധികം ചിലവില്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിലവുണ്ടാവും. എന്നാലും നമുക്ക് നല്ല വിളവ് ഇതിൽ നിന്ന് കിട്ടും. ആദ്യമേ നമ്മളിത് വലുതാവുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വലയിൽ കയറി തുടങ്ങൂല. അന്നേരം ജസ്റ്റ് ഒന്ന് നമ്മൾ വള്ളി വെച്ചൊന്ന് കെട്ടി കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ടെൻഡ്രിൽസ് എന്ന് പറയും കേട്ടോ. ഈ സംഭവത്തിന് സ്പ്രിങ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ വലയിൽ ഇങ്ങനെ പിടിച്ച് കയറിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളതിന് കെട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ആ ടെൻഡ്രിൽസ് ഇങ്ങനെ വലയിൽ പിടിച്ച് ഇത് കണ്ടോ, സ്പ്രിങ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അതിങ്ങനെ വലയിൽ പിടിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ അങ്ങ് കയറിക്കോളും, പടാതെ അങ്ങനെ കിടന്നോളും. അപ്പോൾ ഇനി മുന്നോട്ട് ഞാനിതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹാർവെസ്റ്റിങ്ങും കാര്യങ്ങളും പിന്നെ മാർക്കറ്റിംഗ് എല്ലാം ഞാൻ അതിൽ പറയാവേ. അപ്പോഴേക്കും ഇതാ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു കൂർക്കയും മധുരക്കിഴങ്ങൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂർക്ക ആയോ എന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് ചേട്ടൻ തൂമ്പയും കൊണ്ട് ഇതാ ഒന്ന് കിളച്ച് നോക്കിയതാണ്. അപ്പോൾ ഒരു ചൂട് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാ നല്ല വലുപ്പമുള്ള കൂർക്ക ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. എന്നാൽ പിന്നെ കുറച്ച് ചൂടങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു 5-6 ചൂട് പറിച്ചെടുത്തു കേട്ടോ. അത് കണ്ടോ നല്ല വലിപ്പമുണ്ട്. അതായത് നനയ്ക്കണ മണ്ണായതുകൊണ്ട് കൂർക്ക പെട്ടെന്ന് വളരും. അപ്പോൾ ഇതാ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ കൂർക്ക. എനിക്ക് കൂർക്ക കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കൂർക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പറിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതാ കുറച്ചായിട്ട് കറി വയ്ക്കാനായിട്ട് പറിച്ചെടുക്കുവേ. അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മധുരക്കിഴങ്ങിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിലൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നുള്ളൂ. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇരുട്ടത്ത് നിന്നാരെങ്കിലും കൂർക്ക പറിച്ചിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.